നമ്മുടെ വീടുകളിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ സാധിക്കുന്ന, പ്രത്യേകിച്ച് ഒരു കീടങ്ങളും ആക്രമിക്കാത്ത ഒരു മരമാണ് ഈ ശീമച്ചക്കയുടെ അഥവാ കടച്ചക്കയുടെ മരം എന്ന് പറയുന്നത്. കടച്ചക്ക നമ്മൾ സാധാരണഗതിയിൽ കഴിക്കുന്നത് എങ്ങനെയാണ്? നമ്മളിത് തേങ്ങാപ്പാലിൽ വേവിച്ച് കഴിക്കും, ഇല്ലെങ്കിൽ വെറുതെ പുഴുങ്ങിയിട്ട് കഴിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പലതരത്തിൽ തോരനായിട്ട് കഴിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഇത് നമുക്ക് അരിഞ്ഞിട്ട് ചിപ്സ് പോലെ വറുത്തും കഴിക്കാറുണ്ട്. ഒരു ഐഡിയൽ, ഒരു കംപ്ലീറ്റ് ഫുഡ്, അതായത് ഒരു സമ്പൂർണ്ണ ആഹാരം എന്ന രീതിക്ക് നമുക്ക് മലയാളികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണം തന്നെയാണ് ശീമച്ചക്ക അഥവാ കടച്ചക്ക എന്ന് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ അരി ആഹാരം കഴിക്കുന്ന എന്താണ്, അല്ലെങ്കിൽ കപ്പ നമ്മൾ കഴിക്കുന്ന എന്താണ്, അതൊരു സ്റ്റേപ്പിൾ ഫുഡ് എന്ന ഒരു കാറ്റഗറിയിലാണ്. ഇതേ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഭക്ഷണം തന്നെയാണ് കടച്ചക്ക. ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വളരെ നല്ല അളവിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ അതുമാത്രമല്ല, ഇതിനകത്ത് ഫൈബർ വളരെ ഉയർന്നതാണ്.